ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർക്കുമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരുമിച്ച് വരുവാൻ ദൈവം നമ്മെ അനുവദിച്ചുവല്ലോ. ഈ ശുനോയോ പെരുന്നാളിന്റെ ഇടവലത്തെ ദിവസം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷമായി. ദിവസം ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങൾ വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും ബഹുമാനപ്പെട്ട ബിനി കുരുവിള അച്ഛൻ ഓപ്പണിംഗ് പ്രയർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ തന്നെ ആമേൻ. ഞങ്ങളെ ആളുകൂടാതെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ നിമിഷത്തിനായ തിരുസന്നിധികൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയെ വാഴ്ത്തണമേ. പല ഭവനങ്ങളിലായിരുന്നു ദൈവമേ, ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ദൈവമേ ഞങ്ങൾ അവിടുത്തെ ആത്മാവിൽ കൂടി വരുമ്പോൾ നീ ഞങ്ങളോട് ഇടപെടുന്ന വ്യക്തിപരമായി നീ ഞങ്ങളോട് സംസാരിക്കുന്ന നിമിഷങ്ങളായി വേർതിരിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയോട് വാങ്ങി പെരുന്നാൾ ദൈവമേ ഞങ്ങളെ അനുഗ്രഹത്തോടെ സംബന്ധിച്ചു. ദൈവമേ, മാതാവിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരുകളിൽ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവമേ ഇടയാക്കണമേ. ദൈവമേ, ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. പലവിധമായിട്ടുള്ള സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും കണ്ണുനീരുകളിലുമായി ദൈവമേ അവിടുത്തെ സന്നിധിയിൽ മുട്ടിപ്പോടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ മക്കളോട് അവിടുന്ന് കരുണ തോന്നണമേ. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കൂടി ഒരു അനുഗ്രഹങ്ങൾ കാരണമായി തീരുവാൻ ദൈവമേ ഇടയാക്കണമേ. ദൈവമേ, പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ അനുഭവത്തിൽ ദൈവമേ തിരുസന്നിധിയിലേക്ക് ദൈവമേ ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. അവയെങ്കിലേക്ക് നോക്കി ഒരു പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവമേ, ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾ ദൈവമേ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. അവിടുന്ന് തരുന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല. അനുഗ്രഹത്തോടെ ഞങ്ങളെ കാണണമേ. ദൈവമേ, പ്രിയമക്കളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ. ഇന്നത്തെ പ്രാർത്ഥന അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കണമേ. നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. ഇന്ന് സന്ദേശം നൽകുന്ന കൊച്ചമ്മയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. അനുഗ്രഹങ്ങൾ കാരണമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ആമേൻ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ ഇവാനിയോസ് തിരുമേനിക്കും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർക്കും എല്ലാ കൊച്ചമ്മമാർക്കും മർക്കുമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്കും ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. നാം ശുദ്ധീകരിക്കപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവമേ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവെ അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഡിട്രോയിറ്റ് റീജിയനാണ് ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. വീണ്ടും ഒന്നുകൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഈ ദിവസത്തില് ഒന്നിച്ച് എല്ലാവരെയും ഭരണാധികാരികളെയും ഇന്ത്യയിൽ നിന്ന് വന്ന എല്ലാ ജനങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ആത്മാക്കളെ ദൈവസനെ സമർപ്പിക്കുന്നു. അവരെ ദുഃഖിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേദോത്സവം വായിച്ച് അനുഗ്രഹം പ്രാപിച്ച പ്രിയപ്പെട്ട റോസി പ്രസാദിനെയും മേരി ചാക്കോയും കുടുംബമായിട്ട് ദൈവസനെ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ഷീബ ജോർജ് പാട്ട് പാടണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ ആന്റി? കേൾക്കാം. മഹിമയേഴും പരമേശ പാഹിമാമേശുമഹേശ, മഹിമയേഴും പരമേശ പാഹിമാമേശുമഹേശ, നിസ്തുല സ്നേഹ സാഗരമേവ, നിസ്തുല സ്നേഹ സാഗരമേവ, പ്രസ്തവ്യമേ തിരുനാമം, ക്രിസ്തുദീതാനൻ വിശ്രാമം, പ്രസ്തവ്യമേ തിരുനാമം, ക്രിസ്തുനീതാനൻ വിശ്രാമം,
കാർമുകിൽ ഭീകരമായി വരും നേരം, കാർമുകിൽ ഭീകരമായി വരും നേരം, കാൺമതോ നിയമത്തിൻ വില്ലോ, ആയതിൽ തീരുമൻ ഭാരം, കാൺമതോ നിയമത്തിൻ വില്ലോ, ആയതിൽ തീരുമൻ ഭാരം. നിൻമുഖകാന്തിയൻ മ്ലാനത തീർക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത തീർക്കും, നിന്മധുരാമൃത വചനം ഭിന്നതയാകവെ പോക്കും, നിന്മധുരാമൃത വചനം ഭിന്നതയാകവെ പോക്കും. സംഗതിയിൽ കീടുവാൻ സ്നേഹ, സംഗതിയിൽ കീടുവാൻ സ്നേഹ, ചങ്ങലയാൽ തിരുമാറോ, തന്നെയാണച്ചതു മൂലം, ചങ്ങലയാൽ തിരുമാറോ, തന്നെയാണച്ചതു മൂലം. താവക സന്നിധി ചേർന്നതി കാലേ, താവക സന്നിധി ചേർന്നതി കാലേ, ജീവനിൽ നിറഞ്ഞെഴുന്നേൽക്കും പാവന ചിന്തകളാലേ, ജീവനിൽ നിറഞ്ഞെഴുന്നേൽക്കും പാവന ചിന്തകളാലേ. ക്രൂശിലെ രക്തമൻ ജീവനാധാരമേ, ക്രൂശിലെ രക്തമൻ ജീവനാധാരമേ, നാശലോകം വെടിഞ്ഞോടാ ആശയോടെ യേശുവെ നേടാൻ, നാശലോകം വെടിഞ്ഞോടാൻ ആശയോടെ യേശുവെ നേടാൻ. പളുങ്കുകടൽ തീരത്തിരുന്നു ഞാനെൻ്റെ, പളുങ്കുകടൽ തീരത്തിരുന്നു ഞാൻ എൻ്റെ, കളങ്കമറ്റേശുവെ കാണും വിളങ്ങും വിശ്വാസത്താൽ ഓടും, കളങ്കമറ്റേശുവെ കാണും വിളങ്ങും വിശ്വാസത്താൽ ഓടും. മഹിമയേഴും പരമേശ പാഹി മാമേശു മഹേശ, മഹിമയേഴും പരമേശ പാഹി മാം യേശു മഹേശ. ആമേൻ.
പ്രിയപ്പെട്ട ഷീബയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിട്രോയിറ്റ് റീജിയനിലെ എല്ലാ ദേവാലയങ്ങളെയും വൈദിക ശ്രേഷ്ഠരെയും ഷോണച്ചൻ, ജെയിംസ് ചെറിയാനച്ചൻ, പി സി ജോർജ് അച്ഛൻ, ജെറി ജോൺ അച്ഛൻ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൊച്ചുമ്മമാരെ, മർമ്മറി സമാജ അംഗങ്ങൾ, ഇന്ന് പങ്കെടുക്കുന്നവർ, പ്രത്യേകിച്ച് ധ്യാന പ്രസംഗം നടത്തുന്ന അനുകുസുമ, തലമുണക്കിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ബൈബിൾ റീഡിങ്ങോടുകൂടി നമ്മൾ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട നിറ്റി ജോർജാണ് വായിക്കുന്നത്. എല്ലാവരും ദിവസം തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 11 വേഴ്സസ് 27 to 36. പ്രിയപ്പെട്ട നിറ്റി വായിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ബാർക്കിമോൾ ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു. അത് അടയാളം അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് ഒരു അടയാളവും കൊടുക്കുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കുമാകും. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ചു ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്നും വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിന് കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വെക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശമായിരിക്കാൻ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശമായിരിക്കുക. ബാർക്കിമോൾ. നിശ്ചയം കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല. ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകുമെന്ന് ഹോവയുടെ അരുളപ്പാട്. നമുക്ക് ഇപ്പോഴ് ബഹുമാനപ്പെട്ട അച്ഛൻ കൗമയും അനുതാപ പ്രാർത്ഥനയും ചെയ്യണമേ. കേൾക്കാം. പ്രാർത്ഥിക്കാം. ബാർഖമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, അതുപോലെ തന്നെ ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവയുടെ നമസ്കാരങ്ങളെ ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാ നിന്റെ ഇടയാരോട് കരുണ രാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷകളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോതിനോട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ വയറ്റു ഫലമായ കർത്താവേ ശംസിക വാഴ്ത്തപ്പെട്ടവനാവശ്യമുള്ള പറയുമേ. തമ്പുരാന്റെ അമ്മേ, പാപികളാടി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ബാർഖ്മോർ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹാ തമ്പുരാനെ, നിന്റെ തിരുവിഷ്ടം പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ ബലഹീനതയെ നീ ശക്തിപ്പെടുത്തണമേ. എന്റെ സുഷ്ടാവേ, വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മല്ല കൂടാതെയും നിന്റെ തിരുമുമ്പാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ ആദ്യന്തമില്ലാത്ത കരുണയാൽ അടിയങ്ങളെ സഹായിക്കണമേ. എന്റെ സത്യമുള്ള ശരണവും ബലമുള്ള ആശ്രയവും എന്റെ ബലഹീനതയുടെ അഭ്യസ്ഥാനവുമാവുന്ന മിശിഹാ തമ്പുരാനെ, നിനക്ക് തിരുവിഷ്ടമുണ്ടായി ഞങ്ങളുടെ എളിയ ആത്മാവിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ടില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരായ ഞങ്ങളുടെ മേൽ തിരുവിഷ്ടമുണ്ടായി ഞങ്ങളുടെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്വത്തിന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഉത്തമനും ദയാലുവുമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, ശത്രുക്കൾ ഞങ്ങൾ വരുത്തി കൂട്ടുന്ന അന്യവിചാരങ്ങളിൽ നിന്നും നിന്റെ കരുണയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. അന്യവിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ നേരെ കോപിച്ചിരിക്കുന്ന നാശകരമായ കഠിന ഓളങ്ങളിൽ നിന്ന് നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ മുഴുവനും നിന്നിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനനും ഭാവിയുമായ ഞങ്ങളുടെ ശരണമായ മിശിഹാ, നിന്റെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നിന്നോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കൊച്ചിനെയും കുടുംബത്തെയും എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ബർത്ത്ഡേ ആയിരിക്കുന്ന എബി എബ്രഹാം അച്ഛനെ പ്രത്യേകമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ഇന്നത്തെ സാന്നിധ്യത്തിൽ ഇന്ന് ഈ പ്രാർത്ഥന നടത്തുന്ന കുഞ്ഞച്ചനെ വീണ്ടും പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കുന്നു. അതുപോലെ ജോൺ ഷമാശിനെയും ജെയിംസ് എറിയാനച്ചനെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിൻസി സാമുവൽ പാട്ടുപാടും. ദൈവത്തിന് സ്തോത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓലങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓലങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പാതകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പാതകിലുണ്ട്. വിശ്വാസമാം പാതകളിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലച്ചു നീ വലഞ്ഞിടുമ്പോൾ ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓലങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണേ എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണേ എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ
ഓലങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കുഞ്ഞടക്കത്തിൻ വിളക്കാനേ, ഇരുളൊരു ലേശവും അവിടെയില്ല. തരൂ കിരീടം ഒന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. തരുമെനിക്ക് കിരീടം ഒന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓലങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. പ്രിയപ്പെട്ട പ്രിൻസിസ് സാമുവലിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാണ്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അനു കൊച്ചുമയാണ് ധ്യാന പ്രസംഗം ചെയ്യുന്നത്. കൊച്ചുമ ബഹുമാനപ്പെട്ട ജോൺ പടിയറെ അച്ഛൻ്റെ മകളാണ്. കാത്തലിക് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ കൊച്ചുമ കാത്തലിക് കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. പ്രൊഫസറായിട്ട്, മലയാളം പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. കൊച്ചുമ ജോൺ ഫിലിപ്പോസ് അച്ഛൻ്റെ ബെസ്കെ അമ്മയാണ്. കൊച്ചച്ഛൻ സെയിൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ച് കീഴവള്ളൂരിലെ വികാരിയായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം എൻ്റെ കൊച്ചുമയ്ക്ക് സംസാരിച്ചപ്പോൾ എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് വിസ്മയിക്കുകയായിരുന്നു. അതിൽ നിന്ന് കുറച്ച് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അച്ഛനെയും കൊച്ചുമയും കുടുംബാംഗങ്ങളെ എല്ലാം പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ഇന്ന് നമ്മളോട് വചനം സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥനയോടെ ശ്രദ്ധാപൂർവം ഇരിക്കണമേ. വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മക്കളെയും ഈ പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ശുദ്ധീകരണത്തിനിടയാകാനും അനുഗ്രഹത്തിനിടയാകാനും നമ്മുടെ പ്രവൃത്തിയിൽ വചനം കൊണ്ടുവരുവാനും അനുസരിപ്പാനും നമ്മെ ഇടയാക്കണമേ. പ്രത്യേകിച്ച് ഈ നമ്മുടെ നോമിന്റെ ഈ ഒടുവിലത്തെ ദിവസം അത് അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചുമയെ ധ്യാനപ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളു. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ആദരണീയരായ മാർത്തമറിയം വനിതാ സമാജം പ്രവർത്തകർ, ഈ ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനം മാർത്തമറിയം വനിതാ സമാജം കൂട്ടായ്മയിൽ പ്രിയപ്പെട്ടവരോട് ഒപ്പമായിരിക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവം മുമ്പാകെ സ്തുതികൾ കരേറ്റുന്നു. പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ആരുടെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ടുവോ ആ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ ദിനത്തിൽ ഈ പ്രഭാതത്തിൽ നമ്മിലേക്ക് എത്തുന്ന അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗമായി ഞാൻ ഈ ഒത്തുചേരലിനെ കാണുകയാണ്. ലോകത്തിൻ്റെ രണ്ടിടങ്ങളിലാണ് നാം ഇപ്പോൾ. ഇവിടെ രാത്രിയും അവിടെ പകലുമാണ്. കാലത്തിൻ്റെ രണ്ട് മുഖങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോഴും നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്ന എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്ത് നമ്മെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു കാലവും ഒരിടവുമുണ്ട്. ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് തന്ന വിവേചന ശക്തിയും ജ്ഞാനവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവം നമുക്ക് ഏറ്റവും വിശിഷ്ടമായ കാലങ്ങളും സമയങ്ങളും ദൈവം മുമ്പാകെ ജീവിക്കുവാനും അവൻ്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുവാനും അനുവദിച്ചു തരികയാണ്. അങ്ങനെ ഒരു സമയമായി, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായി ഈ സമയത്തെയും ദൈവം
മാറ്റണമേ എന്ന പ്രാർത്ഥനയോടെ, ദൈവ തിരുനാമം മഹത്വപ്പെടണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം ആയിരിക്കാം. ഇന്നത്തെ ഈ ധ്യാന വിചാരത്തിൻ്റെ ഭാഗമായി എല്ലാവരോടും ഒപ്പം ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് പ്രത്യേകമായി നമ്മുടെ നോമ്പിൻ്റെ, മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോട് ചേർന്നുള്ള നോമ്പിൻ്റെ സമാപന ദിവസവും പെരുന്നാൾ ദിവസവും ഒക്കെ ആയതിനാൽ മാതാവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് ഉറപ്പിക്കുന്നതിനും ഒന്ന് ഏകാഗ്രമാക്കുന്നതിനുമുള്ള അവസരമായി ഇത് സ്വീകരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു യഹൂദ പാരമ്പര്യത്തിൽ സ്ത്രീ സൗഹൃദപരമല്ലാത്ത ഒട്ടേറെ വ്യവസ്ഥകളുടെ മധ്യത്തിൽ, യഹൂദ പാരമ്പര്യത്തിൽ മാത്രമല്ല ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയിലെല്ലാം സ്ത്രീകളുടെ ഒരു സ്ഥാനവും സ്ത്രീകളുടെ പദവിയും ഒക്കെ രണ്ടാം തരമായിരുന്നു. യഹൂദ പുരുഷന്മാർ അവരുടെ പ്രാർത്ഥനകളിൽ, പ്രഭാത പ്രാർത്ഥനകളിലും മറ്റും ആദ്യം പറയുന്ന കാര്യം സ്ത്രീയായും മൃഗമായും ജനിപ്പിക്കാത്തതിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ അധമമായ ജന്മമായി പരിഗണിക്കപ്പെട്ടു പോന്നിരുന്ന സ്ത്രീകൾ, ചില തീഷ്ണതയുള്ള ഗുരുക്കന്മാർ സ്ത്രീകളെ കാണുന്നത് അവരുടെ ആത്മീയമായ ജീവിതത്തിന് തടസ്സമായതിനാൽ കണ്ണ് കെട്ടിക്കൊണ്ട് നടന്നിരുന്നതായി കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള റബ്ബിമാരും യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. ഇതിന് കാരണം എന്താണ് എന്നുള്ളത് വേദപുസ്തകത്തിലെ പഴയ നിയമവും പുതിയ നിയമവും നമ്മോട് പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു സ്ത്രീയാണ് പാപം തുടങ്ങിയത്, അവൾ മൂലമാണ് എല്ലാവരും മരണത്തിലേക്ക് എത്തിച്ചേർന്നത്. അതുതന്നെയായിരുന്നു ആ വിശ്വാസത്തിൻ്റെയും സ്ത്രീകളോട് കാണിച്ച ഈ ഒരു അകൽച്ചയുടെയും മൂല കാരണമെന്ന് നമുക്ക് മനസ്സിലാകും. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 1 തീമോത്തിയോസ് 2:13-14 വാക്യങ്ങളിൽ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാകും, ആദാം ആദ്യം സൃഷ്ടിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. ഇങ്ങനെ നോക്കുമ്പോൾ സ്ത്രീ എല്ലാ സന്ദർഭങ്ങളിലും ഒരു കുറ്റവാളിയെപ്പോലെ മനുഷ്യൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും തടസ്സം നിൽക്കുന്നവളായി, അവൾക്ക് ഈ ലോകത്തിന് പാപത്തിന് കാരണക്കാരിയായി ഒക്കെ പരിഗണിക്കപ്പെട്ടു കൊണ്ടുപോന്നിരുന്ന ഒരു കാലവും ഒരു ലോകവും നമുക്ക് കാണുവാൻ സാധിക്കും. ആ സാഹചര്യത്തിലാണ് എല്ലാത്തരം കുറവുകളെയും പരിഹരിച്ചുകൊണ്ട് വിശുദ്ധ കന്യക മറിയാം ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ മുമ്പാകെ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു വനിത, ഒരു സ്ത്രീ. അവളുടെ ഒരു വാക്ക്, ദൈവം മുമ്പാകെയുള്ള അതെ എന്ന ഫിയാത്ത് എന്ന് പറയുന്ന അവളുടെ വാക്കിന് വേണ്ടി പ്രപഞ്ചം കാതോർത്തു എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ആ വാക്കാണ് അതിനു മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മറുതലിപ്പ് കാണിച്ച് നിന്ന ആ സ്ത്രീ ഉണ്ടാക്കിയ എല്ലാ വീഴ്ചകളെയും പരിഹരിച്ചത്. രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് ഈ ചെറിയ ബാലികയുടെ അതെ എന്ന വാക്കിൽ നിന്നാണ്. ദൈവേഷ്ടത്തിന് വേണ്ടിയുള്ള അവളുടെ സമ്പൂർണമായ സമർപ്പണം. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ സുവിശേഷ ഭാഗങ്ങളിലും അപ്പോസ്തല പ്രവർത്തികളിലെ ആദ്യ അധ്യായങ്ങളിലുമായി വിശുദ്ധ ദൈവമാതാവിൻ്റെ പരാമർശങ്ങൾ നമുക്ക് വിരലിലെണ്ണാവുന്ന ഇടങ്ങളിൽ മാത്രമേ കാണുവാനുള്ളൂ. എണ്ണി നോക്കിയാൽ ഒരു 10-11 സന്ദർഭങ്ങളിൽ നമുക്ക് മാതാവിനെ കാണുവാൻ സാധിക്കും. ആദ്യത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗബ്രിയേൽ മാലാഖ മാതാവിൻ്റെ അടുത്ത് വന്ന് കൊടുക്കുന്ന ആ സ്വർഗീയമായ സന്ദേശത്തിൻ്റെ മുഹൂർത്തത്തിലാണ്. പിന്നെ ഓരോ സന്ദർഭങ്ങളിലായി അതിനുശേഷം അധികം താമസിയാതെ യഹൂദിയയിലെ മലനാട്ടിൽ എലിസബത്തിനെ കാണുന്നതിനായി പോകുന്നത്, പിന്നീട് വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ജോസഫിനോടൊപ്പം പൂർണ്ണഗർഭിണിയായി ബത്ലഹേമിലേക്ക് പോകുന്നത്, അവിടെ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് മിസ്രൈമിലേക്ക് പോകുന്നത്, പിന്നെ മടങ്ങി വരുന്നത്, യെരൂശലേം ദേവാലയത്തിൽ പോകുന്നത്, കാനായിലെ കല്യാണ വീട്ടിൽ പോകുന്നത്, കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനിടയ്ക്ക്
ചില അവസരങ്ങളിൽ കർത്താവിനെ സന്ദർശിക്കുന്നത് പിന്നെ ഏറ്റവും അവസാനമായി കുരിശിൻ്റെ ചുവട്ടിലും, അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അപ്പോസ്തലന്മാരോടൊപ്പം പ്രാർത്ഥനാ കൂട്ടായ്മയിൽ. ഈ ഭാഗങ്ങളിലൊക്കെ മറിയം എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ മാത്രമാണ് മാതാവിൻ്റെ ഒരു ദീർഘമായ സംസാരം അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന എന്നോ പാട്ടെന്നോ ഒക്കെ പറയാവുന്ന ഭാഗം നാം കാണുന്നത്. അതിൽ തന്നെ ആദ്യത്തെ 5 വാക്യം മാതാവിന് ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹത്തിനുള്ള മാതാവിൻ്റെ കൃതജ്ഞതയും സ്തോത്രാർപ്പണവുമാണ്. പിന്നെയുള്ള അവസാനം വരുന്ന 5 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുണയെയും നീതിയെയും ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തിയെപ്പറ്റിയും തലമുറകളിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെയും ഒക്കെയുള്ള വാഴ്ത്തും മറിയാമിന് അതിനെപ്പറ്റിയുള്ള ആ ഒരു തിരിച്ചറിവുമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പാട്ട് 10 വാക്യങ്ങളിൽ വരുന്ന ഈ ഒരു ഭാഗം ഒഴിച്ചാൽ നമ്മൾ ഏത് മുഹൂർത്തങ്ങളിൽ മാതാവിൻ്റെ അടുത്തേക്ക് ചെന്നാലും വളരെ കാര്യമാത്ര പ്രസക്തമായി മാത്രം സംസാരിക്കുന്ന, പല സന്ദർഭങ്ങളിലും നിശബ്ദത പാലിക്കുന്ന, ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു മാതാവിനെയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, വേദപുസ്തകത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെയും, അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും മാതാവിൻ്റെ ഏറ്റവും ദിവ്യമായ സാന്നിധ്യം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് രക്ഷാവാഗ്ദാനം, ആദ്യത്തെ രക്ഷാവാഗ്ദാനം നമ്മൾ വായിക്കുന്നത്. അത് ഇപ്രകാരമാണ്: സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചവിട്ടും. ആ സ്ത്രീ കന്യകമറിയാമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും നമ്മൾ അവളെ കണ്ടെത്തുന്നു. സ്വർഗത്തിലെ വലിയൊരടയാളം, സൂര്യനെ ഉടയാടയാക്കിയ സൂര്യനെ അണിഞ്ഞ സ്ത്രീ. ആ സ്ത്രീയും കന്യകമറിയാമിൻ്റെ സാന്നിധ്യമാണ്. ഇങ്ങനെ മറിയാം വേദപുസ്തകത്തിൽ ഉടനീളം അതിൻ്റെ എല്ലാ പ്രകാശത്തിൻ്റെയും അടിത്തറയായി വർത്തിക്കുന്നു എന്നാണ് നമുക്ക് തിരുവചനം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞിനെ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അതിൽ പ്രവർത്തിച്ച ആ പ്രേരക ശക്തി മാതാവാണ്. ആ മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും എല്ലാ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലും ഒക്കെ ഈ ഇത്തരത്തിൽ നമ്മുടെ നിസ്സഹായമായ ജീവിതത്തെ ചൈതന്യപൂർണ്ണമാക്കുന്ന, രുചികരമാക്കുന്ന ഒരു പ്രേരക ശക്തിയായി വിശുദ്ധ ദൈവമാതാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തിരുവെഴുത്തുകളിൽ നമ്മൾ മാതാവിൻ്റെ സാന്നിധ്യം ഇങ്ങനെ എണ്ണി പറഞ്ഞുവെങ്കിലും സമാന്തരമായിട്ട് ഉണ്ടായിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ മാതാവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വളരെ കൃത്യമായി തന്നെ ആഴത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പുസ്തകമാണ് യാക്കോബിൻ്റെ സുവിശേഷം. ആ യാക്കോബിൻ്റെ സുവിശേഷത്തിൽ മാതാവിൻ്റെ ജനനവും ബാല്യത്തിലുള്ള ദേവാലയത്തിലുള്ള വളർച്ചയും, അതേപോലെ തന്നെ മാതാവിന് ജോസഫിനെ വിവാഹം നിശ്ചയിക്കുന്നതിനുള്ള ആ ഒരു പ്രത്യേകമായ, ജോസഫിനെ തിരഞ്ഞെടുക്കുവാനുണ്ടായ ആ പ്രത്യേക സാഹചര്യവും, ഗർഭധാരണവും, ബെത്ലഹേമിലേക്കുള്ള പോക്കും, യേശുവിൻ്റെ ബാലപ്രായവും ഒക്കെ കുറച്ചും കൂടി വിശദമായിട്ട് പ്രോട്ടോ ഇവാഞ്ചലിയം എന്നറിയപ്പെടുന്ന ആ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതും നമ്മുടെ പാരമ്പര്യം അംഗീകരിക്കുന്ന പുസ്തകമാണ് എന്നുള്ളത് കൊണ്ട് മാതാവിൻ്റെ ചരിത്രത്തിന് ഒരുപാട് വ്യക്തതയുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. വിശുദ്ധ ദൈവമാതാവിനെ ദൈവമാതാവ് എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ സഭ ആരാധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നത്. വാഗ്ദത്തത്തിൻ്റെ പേടകമാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, വാഗ്ദത്ത പേടകം ഇസ്രായേൽക്കാരുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ, അവരുടെ ആരാധനാനുഭവത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ സഭാജീവിതത്തിൻ്റെ ആരാധനയുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയം.
വാഗ്ദത്തത്തിന്റെ പേടകത്തിൽ ഉണ്ടായിരുന്നത് 10 കൽപ്പനകൾ വെച്ചിരുന്ന ആ 10 കൽപ്പനകൾ ചേർത്ത് സംരക്ഷിച്ചിരുന്ന ആ 2 കൽപ്പലകകളും, അതേപോലെ തന്നെ മന്ന വെച്ചിരുന്ന ചെപ്പും അഹ്റോന്റെ തളിർത്ത വടിയുമായിരുന്നു ആ വാഗ്ദത്ത പേടകത്തിൽ ഉണ്ടായിരുന്നത്, ദ ആർക്ക് ഓഫ് കവനന്റ്. ആ വാഗ്ദത്ത പേടകത്തിൽ ഉണ്ടായിരുന്ന ആ 3 കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ സൂചനകളാണ്, ക്രിസ്തുവിൻ്റെ മുൻരൂപങ്ങളാണ്. ജീവന്റെ അപ്പമായ, സാക്ഷാൽ ജീവന്റെ അപ്പമായ മശിഹ, 10 കൽപ്പനകൾക്ക് ചേർത്തു വെച്ചുകൊണ്ട് സ്നേഹമെന്ന ഏകകൽപ്പനയെ മനുഷ്യന് സമ്മാനിച്ച ക്രിസ്തുവിനെ, അതേപോലെ തന്നെ എല്ലാ മനുഷ്യൻ്റെയും പ്രപഞ്ചത്തിൻ്റെ തന്നെയും വരണ്ട ഇടങ്ങളെ തളിർപ്പിക്കുന്ന മഹാപുരോഹിതനായ മശിഹ, ഈ മശിഹായെ ഉദരത്തിൽ വഹിച്ചവളാണ് കന്യകമറിയാം എന്നുള്ളത് കൊണ്ട് കന്യകമറിയാമിന് വേണ്ടിയുള്ള ഈ വാഴ്ത്ത്, വാഗ്ദത്തത്തിൻ്റെ പേടകം എന്നുള്ള പിതാക്കന്മാർ അവൾക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണം എത്രയും ശ്രേഷ്ഠവും ഉചിതവും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മാതാവിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നോക്കിയാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഗുണവിശേഷങ്ങൾ മാതാവിൽ എങ്ങനെ ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനാവും. നമ്മൾ മാതാവിനെ പറ്റി സംസാരിക്കുന്ന വേളകളിൽ കൂടുതലായി പറഞ്ഞു കേൾക്കാറുള്ളത് മാതാവ് വളരെയധികം വിനയാന്വിതയായിരുന്നു, മാതാവ് എല്ലാ കാര്യങ്ങളും വളരെയധികം സംയമനത്തോടെയാണ് സമീപിച്ചിരുന്നത്, ധ്യാനമുണ്ടായിരുന്നു, ത്യാഗമുണ്ടായിരുന്നു എന്ന് അങ്ങനെയുള്ള മാതാവുമായി ബന്ധപ്പെട്ട സവിശേഷമായ ഗുണങ്ങളെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ ഗുണങ്ങളോടൊപ്പം തന്നെ പരാമർശിക്കേണ്ടുന്ന ഒട്ടനവധി ഗുണങ്ങൾ നമുക്ക് മാതാവിൽ കാണുവാൻ സാധിക്കും. മാതാവ് വളരെ ശക്തയായ ഒരു സ്ത്രീയാണ്, നല്ല ധൈര്യശാലിയായ ഒരു സ്ത്രീയാണ്. ഒരു പെൺകുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം യഹൂദിയയിലെ മലനാട്ടിലേക്ക്, ഈ ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് പോകുവാൻ അവൾ കാണിച്ച ധൈര്യം. അതിനേക്കാൾ ഉപരിയായിട്ട് ആദ്യമേ തന്നെ പറയേണ്ടത് സാഹസികമായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവളുടെ ആ അവസരോചിതമായ ആ നിലപാടുകളാണ്. ദൈവദൂതൻ വന്ന് അവളുടെ സമക്ഷത്ത് ദൈവത്തിൻ്റെ അറിയിപ്പ് പകരുമ്പോൾ അവൾക്കൊരിത്തിരി വ്യക്തത ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നല്ലാതെ സാഹസികമായി ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് തോന്നാം ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു തീരുമാനം ആയിക്കോട്ടെ എന്ന് പറയുവാൻ സാധിക്കുമോ എന്ന്. പക്ഷെങ്കിൽ അതവൾ സ്വന്തമായി എടുത്ത തീരുമാനമാണ്. കാരണം അവൾക്ക് അവളെ നടത്തിയ ദൈവത്തെപ്പറ്റി, അവളെ നടത്തുന്ന ദൈവത്തെപ്പറ്റി, അവളോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെപ്പറ്റി അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവഹിതത്തിന് മുമ്പിലുള്ള ഈ സമ്പൂർണമായ സമർപ്പണം അവളുടെ സ്വയം തീരുമാനം തന്നെ ആയിരുന്നു. പിന്നെ ഓരോ സന്ദർഭത്തിലും മറിയത്തിൻ്റെ ധൈര്യവും ശക്തിയും വെളിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് വേദപുസ്തകത്തിലെല്ലാം നാം കാണുന്നത്. വലിയ പ്രഖ്യാപനങ്ങളൊന്നും അതിൻ്റെ കൂടെ നമ്മൾ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഭർത്താവിനോടൊപ്പം പേര് ചാർത്തപ്പെടേണ്ടുന്നതിനായി അങ്ങ് ദൂരെ ബത്ലഹേമിലേക്ക്, ദാവീദിൻ്റെ പട്ടണത്തിലേക്കുള്ള യാത്ര, വളരെ ക്ലേശങ്ങൾ നിറഞ്ഞ ആ യാത്ര അവൾ വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചു. അവിടെ ചെന്നതിന് ശേഷം, കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം, കുഞ്ഞിനുണ്ടായ ഭീഷണിയുടെ സന്ദർഭത്തിൽ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് മിസ്രൈമിലേക്ക് പോകുന്നു. അവിടെ നിന്ന് തിരിച്ചു വരുന്നു. പിന്നെ കർത്താവിൻ്റെ ക്രൂശനുഭവത്തിൽ അവനോടൊപ്പം കാൽവറിയുടെ ചുവട്ടിൽ അവിടുന്ന് മറിയമുണ്ട്. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അപ്പോസ്തലന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഇങ്ങനെ ഭയപ്പാടോടെയാണ് ഇരിക്കുന്നതെങ്കിലും ആ സമൂഹത്തിലും അവരെ ഒറ്റപ്പെടുത്താതെ അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് മാതാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇങ്ങനെ ധീരയായ, ശക്തയായ, ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സാഹസികമായി ഇടപെടുവാൻ കെൽപ്പുള്ള ഒരു കന്യകമറിയാമിനെയാണ് വേദപുസ്തകത്തിൻ്റെ സൂക്ഷ്മമായ വായനയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ അത്തരം ശ്രദ്ധകളിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക മത വിചാരത്തിലൊക്കെ, കത്തോലിക്ക സമുദായത്തിലൊക്കെ ഇങ്ങനെ വ്യാകുല മാതാവ് എന്നൊക്കെയുള്ള ഒരു സങ്കല്പത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം കിട്ടാറുണ്ട്. നമ്മുടെ സഭാ പഠിപ്പിക്കലുകളിൽ മാതാവിനെ ഇങ്ങനെ ഒരു വ്യാകുല മാതാവ് എന്ന രീതിയിൽ അവതരിപ്പിച്ച് കാണുന്നില്ല. മാതാവിന് എന്തൊക്കെ ക്ലേശങ്ങളുണ്ടെങ്കിലും
എന്തൊക്കെ അസ്വസ്ഥതകളിൽ കൂടി കടന്നുപോയാലും ശമോൻ പ്രവചിച്ചതുപോലെ ഹൃദയത്തിൻ്റെ വാളിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴും അവൾ അതിനെ ലക്ഷ്യബോധത്തോടെ ദൈവത്തിൻ്റെ നിയോഗം എന്നുള്ള തിരിച്ചറിവോടെ ഏറ്റുവാങ്ങിയ ഒരു വലിയ സ്ത്രീയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ രീതിയിലും നമ്മുടെ ഉള്ളത്തെ പ്രകാശിപ്പിക്കുകയും നമ്മുടെ ചിന്തകളെ ഇങ്ങനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ത്രീ സാന്നിധ്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ഈ ഒരു സമയത്ത് മാതാവിൻ്റെ ഏറ്റവും വലിയ ഗുണവിശേഷം എന്തായിരുന്നു എന്ന് നമുക്ക് ഈ മാതാവിൻ്റെ സ്വഭാവ പ്രത്യേകതകളും മാതാവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളും അടുത്ത് പരിശോധിക്കുമ്പോൾ അത് തുടക്കത്തിൽ തന്നെ ബൈബിളിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് മാതാവ് എന്തായിരുന്നു എന്ന്. 1, മാതാവ് കൃപ നിറഞ്ഞവളായിരുന്നു. 2, മാതാവിനോടൊപ്പം കർത്താവ് ഉണ്ടായിരുന്നു. ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശത്തിൻ്റെ സാരം തുടക്കം അതുതന്നെയാണ്. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതം അനുഗ്രഹീതമായി തീരുന്നതിന് പിന്നിലുള്ള രഹസ്യമാണ് മാതാവിൻ്റെ ജീവിതം ഇവിടെ വെളിപ്പെടുത്തി തരുന്നത്. സ്ത്രീയുടെ ജീവിതം എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം അർത്ഥവത്താകുന്നതിനും അത് സമ്പന്നമാകുന്നതിനും അത് ശക്തമാകുന്നതിനും അത് നിയോഗങ്ങളെ പൂർത്തീകരിക്കുവാൻ കെൽപ്പുള്ളതാകുന്നതിനുമുള്ള അടിസ്ഥാന അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് അതിന് കൃപയുണ്ടായിരിക്കുക, ജീവിതത്തിനൊരു കൃപയുണ്ടായിരിക്കുക എന്ന് പറയുന്നതും ആ ജീവിതം ഏത് ക്ലേശങ്ങളിൽ കൂടി കടന്നു പോയാലും ദൈവത്തോടൊപ്പമായിരിക്കും, കർത്താവിനോടൊപ്പമായിരിക്കുമെന്നുള്ള ആ ഉറപ്പും ആണ്. ഈ മാതാവിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കുക കൂടി ചെയ്യാവുന്നതാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ തന്നെ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ആശയം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത് ക്രിസ്തീയ കുടുംബജീവിതത്തെ പറ്റി പറയുന്ന സാഹചര്യത്തിലാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ അവസാന ഭാഗത്താണ് ഇത് പറയുന്നത്. സഭയുടെ ഏറ്റവും ശക്തമായ മാതൃകയും അടയാളവും ആണ് കന്യകമറിയാം. ആ കന്യകമറിയാമാണ് വചനത്തോടു കൂടിയ സ്നാനത്താൽ ക്രിസ്തുവിനെ ഏറ്റുവാങ്ങുകയും ഈ ഭൂമിക്ക് വേണ്ടി ആദ്യമായി സമ്മാനിക്കുകയും ചെയ്തത്. അവിടെ നാം വായിച്ചു കേൾക്കുന്നത് ഇപ്രകാരമാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു റെഫറൻഷ്യൽ വേർഡാണെന്ന് നമുക്കറിയാം. ഒരു കുടുംബത്തിൻ്റെയോ ഒരു ഫാമിലിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് അമ്മ എന്ന് പറയുന്ന പദം പ്രസക്തമാകുന്നത്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ യോഗ്യത, ഏറ്റവും വലിയ അവൾ ഉള്ളിൽ ആരായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് അവളുടെ മാതൃത്വം എന്ന് പറയുന്നത്. സഭാമാതാവ് എന്നാണല്ലോ നാം പറയുന്നത്. അങ്ങനെ ക്രിസ്തു സഭയെ എങ്ങനെയാണ് തനിക്ക് തന്നെ ശുദ്ധീകരിച്ച് തൻ്റെ തന്നെ മുമ്പിൽ ഇങ്ങനെ തേജസ്സോടെ നിർത്തേണ്ടതിനായി ക്രിസ്തു അവൾക്ക് വേണ്ടി കൊടുത്തത് ക്രിസ്തുവിനെ തന്നെയാണ് എന്നാണ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ ശുദ്ധീകരിച്ച് വെടിപ്പാക്കി കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ നിഷ്കളങ്കയും ശുദ്ധയുമായി തൻ്റെ മുമ്പാകെ തേജസ്സോടെ നിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി തന്നെ തന്നെ കൊടുത്തു. ഇങ്ങനെ നമ്മുടെ ദൈവം തന്നെ തന്നെ കൊടുത്ത ആദ്യത്തെ സഭ വിശുദ്ധ കന്യകമറിയാമാണ്. സഭയുടെ ഒരു മൂർത്തിമത് ഭാവം അല്ലെങ്കിൽ ഒരു വ്യക്തിരൂപം, ആദ്യത്തെ വ്യക്തിരൂപം ആര് എന്ന ചോദ്യത്തിന് നമുക്കൊരു സംശയവും കൂടാതെ മറുപടി പറയാം, അത് വിശുദ്ധ ദൈവമാതാവാണെന്ന്. കാരണം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും
മാതാവിൽ യോജിക്കുന്നുണ്ട്. അവൻ വചനത്തോടുകൂടിയ ആ ദൈവത്തിൽ നിന്നുള്ള വചനമാണ് അവളിൽ ജഡമായിട്ട് ശരീരമായിട്ട് രൂപപ്പെടുന്നത്. അങ്ങനെ വചനത്തോടു കൂടിയ ആ സ്നാനത്താൽ ഒരു കറയും ചുളുക്കവുമില്ലാതെ ഇത്രയും അഴകും ആഴവും നിർമ്മലതയുമുള്ള ഒരു സ്ത്രീ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ കറയും ചുളുക്കവും ഒന്നുമില്ലാതെ തൻ്റെ മുമ്പിൽ തേജസ്സോടെ നിർത്തേണ്ടതിനായിട്ട് അവൾക്ക് വേണ്ടി തന്നെ കൊടുത്തു. പ്രിയമുള്ളവരെ, ഇത് കന്യകമറിയാമിന് വേണ്ടി മാത്രമുള്ള ഒരു വാഴ്ത്തല്ല. ഇത് സഭയുടെ മക്കളും വിശ്വാസികളുമായ നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു അവകാശവും ഒരു ശക്തിയും ഒരു ദൈവികമായ തിരുഹിതവും ആണ്. ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് ദൈവത്തോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം. നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നത്, നമുക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നത്, നമുക്ക് ഹൃദയപ്രകാശം ലഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: ദൈവഹിതത്തിന് അനുയോജ്യരാവുക എന്നുള്ളതാണ്. മാതാവ് ദൈവഹിതത്തിന് അനുയോജ്യയായ, ദൈവഹിതത്തിന് മറ്റെല്ലാ ആവശ്യങ്ങളെക്കാളിലും മുമ്പിൽ പ്രതിഷ്ഠിച്ച് സ്വയം സമർപ്പിച്ച് അതിന് തുല്യമായി മറ്റൊന്നിനെയും കരുതാതെ തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം സാക്ഷാത്കരിച്ച വ്യക്തിയാണ്. നമ്മൾ മാമോദീസായിൽ കൂടി ആത്മാവിൽ സ്നാനപ്പെട്ട് വചനത്തിൽ സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി ഒക്കെ മാറുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട ഒരു കൂദാശ മാത്രമല്ല. നമ്മിൽ കൂടി ക്രിസ്തു വീണ്ടും അവൻ്റെ ആൾരൂപത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആത്മാവിൽ ജനിച്ച ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം കൂട്ടായ്മകളും ആത്മീയമായ എല്ലാ ഒത്തുചേരലുകളുമൊക്കെ നടത്തുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസങ്ങളും നമ്മുടെ കൂടിവരവുകളും നമ്മുടെ വേദവായനകളും ഒക്കെ എന്തിനു വേണ്ടി എന്നതിനുള്ള കൃത്യമായ ഉത്തരം കൂടി നമുക്കിവിടെ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം ഇത് നമ്മളെ സ്നാനപ്പെടുത്തുന്നുണ്ട്. ഈ സ്നാനപ്പെടുത്തുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന മാറ്റം എന്താണ്? നമ്മുടെ കറയും ചുളുക്കവും ഒക്കെ മാറി, ഹൃദയത്തെ ബാധിച്ചിരിക്കുന്ന ഭയങ്ങളും ആകുലതകളും ഒക്കെ മാറി ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ആ തെളിച്ചത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ആ തെളിച്ചത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒരു തിരിച്ചറിവിലേക്ക് വളരുകയും ചെയ്യും. ഇതിന് കാരണം നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, ദൈവം അവനെ തന്നെ നമുക്ക് തന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്, ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതൊരു കൂട്ടായ്മയും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അത്തരം ഒരു തിരിച്ചറിവ് നമ്മുടെ മാതാവിൻ്റെ ഈ മധ്യസ്ഥതയിൽ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. കാരണം മാതാവിനെ എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നത് മൗനത്തിൻ്റെ ആചാര്യ എന്നാണ്. വാക്കുകളേക്കാൾ വോളിയങ്ങൾ സംസാരിക്കുന്നതാണ് മാതാവിൻ്റെ നിശബ്ദത. ക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ടിട്ടുള്ളത് മാതാവാണ്. മരിയോളജി, മേരി വിജ്ഞാനീയം എന്ന് പറയുന്നത് ഒരു ജ്ഞാനശാഖ തന്നെയാണ്. മാതാവിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ലുതീനിയകളും കീർത്തനങ്ങളും ഒക്കെ എണ്ണിയാലൊടുങ്ങാത്തതാണ്. വീണ്ടും വീണ്ടും അത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നു. അങ്ങനെയുള്ള മാതാവിൻ്റെ ഈ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ ദിവസം നമ്മളൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അവൾ എന്താണ് ലോകത്തിന് സാക്ഷീകരിച്ചത് എന്നുള്ളത് നമ്മൾ ഏറ്റുവാങ്ങുകയും ആ സത്യദൈവത്തെ നമ്മുടെ ജീവിതത്തിലും സാക്ഷാത്കരിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ തിരിച്ചറിയുകയും ചെയ്യുക ആണ് ഏറ്റവും പ്രധാനം. അതിലേക്ക് ഒരു ചുവട് വെക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ മുമ്പോട്ട് പോകുവാൻ, ആത്മീയമായി കൂടുതൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദൈവം ആത്മാവാണ്. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം ഭൗമിക ജീവിതമല്ല, ആത്മീയ ജീവിതമാണ്. ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ നമ്മുടെ ആത്മീയ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമഗ്രതകളും ഉൾക്കൊള്ളുന്നതാണ്. മാതാവിനെ കർത്താവിൻ്റെ സ്വർഗാരോഹണം പോലെ തന്നെയാണ് നമ്മൾ ഐതിഹ്യങ്ങളും പഠനങ്ങളും മാതാവിൻ്റെ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളും മാതാവിൻ്റെ വാങ്ങിപ്പിനെ പറ്റിയും പറയുന്നത്. മാതാവ്
അസംഷനെന്നും ഡോമിഷനെന്നും 2 വാക്കുകൾ, വാങ്ങിപ്പ്, നിദ്ര, ഇങ്ങനെ 2 വാക്കുകൾ ഉപയോഗിക്കുന്നെങ്കിലും മാതാവ് ശരീരത്തോടു കൂടി തന്നെ ആത്മാവോടും ശരീരത്തോടും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സാധ്യതയാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണവും ഉയർപ്പും ഏറ്റവും തുടർന്ന് അതിൻ്റെ തുടർച്ച ആദ്യം നമ്മളിൽ വളരെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്നതും മാതാവാണ്. നമുക്ക് നമ്മുടെ പ്രതീക്ഷയുടെയും നമുക്ക് എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്നതിൻ്റെയും വളരെ കൃത്യമായ അടയാളവും മാതാവിലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നമ്മൾ കണ്ട കാര്യങ്ങൾക്ക് അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഒന്നും കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമതായി, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരുണയുടെ ഒരു കാലം, ഒരു സമയം, ഒരിടം നമുക്കുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. എത്ര തിരക്കിലാണെന്ന് പറഞ്ഞാലും, എത്ര ഭൗതികമായ വളർച്ചയുടെ ഔന്നത്യത്തിലാണെന്ന് പറഞ്ഞാലും, എല്ലാ അവസ്ഥകളെയും, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും, ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ മാത്രമല്ല നമ്മുടെ നിത്യതയെയും ചേർക്കുന്ന ഈ കാലത്തിൻ്റെ ദൈവവുമായി ചേർന്ന, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരുണയോട് ചേർന്നിരിക്കുന്ന ഒരു ഉള്ളടര് വിശുദ്ധ കന്യക മറിയാമിന് എന്നതുപോലെ നമുക്കും ഉണ്ടാവണം. അധികം മാതാവിൻ്റെ സാന്നിധ്യം വേദപുസ്തകത്തിൽ ഇങ്ങനെ പ്രത്യക്ഷത്തിലില്ല എങ്കിലും ഉടനീളം മാതാവ് വലിയ രക്ഷയുടെ, രക്ഷാകര പദ്ധതിയുടെ, ദൈവരാജ്യ നിർമ്മിതിയുടെ വലിയ പ്രത്യാശയും അടയാളവും ഉപമയും ഒക്കെയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മാതാവിൻ്റെ സമർപ്പണവും വിവേകവും ഒക്കെ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ മാതാവ് പുലർത്തിയ ധൈര്യവും, മാതാവ് ബന്ധങ്ങൾക്ക് കൊടുത്ത വിലയും, ഏതറ്റം വരെയും ലക്ഷ്യത്തിന് വേണ്ടി ഒപ്പം നിൽക്കുവാൻ, കൂടെ പോകുവാൻ കാണിച്ച സന്നദ്ധതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെയും മാതൃകയാണ്. സഭ വലിയ ഉത്തരവാദിത്തം, നമുക്കറിയാം, പിരിഞ്ഞു പോകുമ്പോൾ മാതാവിനെ യോഹന്നാനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സഭയെ ഏൽപ്പിച്ചു എന്നാണ് അതിൻ്റെ ആന്തരികമായ അർത്ഥം. സഭ, വിശ്വാസികൾ മാതാവിനെ ഒരു മാതൃകയായിട്ട് മാത്രമല്ല, ഒരടയാളമായി മാത്രമല്ല, നമ്മുടെ സാധ്യതയായിട്ട്, നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് കാണണം. ഓരോ കൂട്ടായ്മയും നമ്മിലുള്ള വചനത്തിന് ജഡധാരണം ചെയ്യുവാൻ, അമ്മ കാണിച്ചു തന്ന മാർഗത്തിൻ്റെ നല്ല അനുഗാമികളാകുവാനുള്ള ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, മാതാവിൻ്റെ മധ്യസ്ഥത, പരിശുദ്ധന്മാരുടെ കൂട്ടായ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ഇപ്രകാരം ഒരു ഒത്തുചേരലിലേക്ക് എന്നെ ക്ഷണിച്ചത് പ്രിയപ്പെട്ട സാലി ചേച്ചിയാണ്. സാലി ചേച്ചി ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇതിൻ്റെ പ്രധാന ഭാരവാഹികളായ എബി അച്ഛൻ, ഇപ്പോൾ നമ്മോട് കൂടെയുള്ള ബഹുമാന്യനായ ബിന്നി അച്ഛൻ, എലിസബത്ത് ആൻറ്റി, ഷിനി മാഡം, ഷീന മാഡം, എല്ലാ പ്രിയപ്പെട്ടവരോടും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സ്നേഹമുള്ള സഹോദരങ്ങളോടും ആദരവും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം മഹത്വപ്പെടട്ടെ. വളരെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഓർത്തഡോക്സ് വീക്ഷണത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ കുറിച്ചുള്ള ഒരാഴമായ ഒരു സ്റ്റഡി നടത്തുവാൻ തക്കവണ്ണം ഈ ലിമിറ്റഡ് സമയം കൊണ്ട് കൊച്ചമ്മ അത് ശ്രദ്ധിച്ചു എന്ന് നമുക്കറിയാം. പരിശുദ്ധ മാതാവിനെ കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് തീരുകയില്ല എന്നറിയാം. കൊച്ചമ്മ ഓർപ്പിച്ചതുപോലെ നിശബ്ദമായി നിന്നുകൊണ്ട് നമ്മളോട് വാചാലമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതിടങ്ങളിലും നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. വേദപുസ്തകത്തിൽ പല രീതിയിലാണ് നമുക്ക് പരിശുദ്ധ മാതാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രസവിക്കാൻ ഇടം കിട്ടാത്ത സ്ത്രീ, കൈക്കുഞ്ഞുമായി ഓടി നടക്കുന്ന അമ്മ, കല്യാണ വീട്ടിലെ ഇല്ലായ്മയിൽ കൂടെ ഇരിക്കുന്ന അമ്മ, കാൽവറിയുടെ ചൂട്ടിൽ നിൽക്കുന്ന അമ്മ, ഇങ്ങനെ പലതരത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെ നമുക്ക് കാണുവാനായിട്ടൊക്കും. പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം, അമ്മമാര് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ബലമാണ്. എത്ര സ്നേഹിച്ചാലും എത്ര കണ്ടാലും കൊതി തീരാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ അമ്മ എന്നുള്ളത് നമുക്കറിയാം. കൊച്ചമ്മ ഓർപ്പിച്ചതുപോലെ സ്ത്രീയുടെ മഹത്വം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച മതം എന്ന് പറയുന്നത് ക്രൈസ്തവ ക്രിസ്തു തന്നെയാണ്. പരിശുദ്ധ മാതാവിൻ്റെ ഗുണവിശേഷങ്ങളെ ധീരയും ശാന്തയുമായ വ്യക്തി, ധൈര്യശാലിയായ പരിശുദ്ധ മാതാവ്,
അഡ്വഞ്ചറസ് എന്നുള്ള നിലയിലൊക്കെ പരിശുദ്ധ അമ്മയെ ഇവിടെ വരച്ച് കാട്ടുവാൻ തക്കവണ്ണം കൊച്ചമ്മ ശ്രമിച്ചു. വഴി ആഴമായിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കൊച്ചമ്മ ഓർപ്പിച്ചതുപോലെ നമ്മിൽ കൂടെ പരിശുദ്ധ മാതാവ് വെളിപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ കൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. എൻ്റെ മാതാവ് ആര്, എൻ്റെ സഹോദരങ്ങൾ ആര് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാരോ അവനാകുന്നു എൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങളും എന്ന് പറയുന്നു. പരിശുദ്ധ മാതാവിനെ ദൈവത്തിനെ സ്വീകരിക്കുവാനും ആ വചനം സ്വീകരിക്കുവാനും ലോകത്തിന് കൊടുക്കുവാനും തക്കവണ്ണം പരിശുദ്ധ മാതാവിന് സാധിച്ചുവെങ്കിൽ നമുക്ക് നൽകുന്ന വലിയ ഭാഗ്യം, നമ്മളെ മാതാവിൻ്റെയൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന വേദഭാഗം അത് തന്നെയാണ്. ഓരോ അനുഭവങ്ങളിലും വിശ്വാസത്തിൽ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് ആ ദൈവത്തെ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ, ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണ വലിയ വിളി നമുക്കുണ്ട്. ആ ഒരു ജീവിതത്തിൻ്റെ സാക്ഷികളായി തീരാനാണ് പരിശുദ്ധ അമ്മയുടെ ഈ വലിയ പെരുന്നാൾ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നതെന്ന് കൊച്ചമ്മ പ്രത്യേകമായിട്ട് ഓർപ്പിച്ചു. പരിശുദ്ധ മാതാവിൻ്റെ ഈ പെരുന്നാൾ ഭയഭക്തിയോടുകൂടെ നോറ്റ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഇടങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കാവലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മ ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചമ്മയുടെ പ്രസംഗം കേൾക്കുന്നത്. വളരെ അനുഗ്രഹകരമായി നമ്മളോട് ദൈവം വചനം പ്രസംഗിച്ച കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബി അച്ഛൻ ഇന്ന് യാത്രയിലായതുകൊണ്ട് അച്ഛന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ വളരെ താല്പര്യത്തോടെ ഇതിനകത്ത് തന്നെ കയറും. അച്ഛനും ആ ടീമും വളരെ ഭംഗിയായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അനേകർക്ക് ഇത് ജീവിതത്തിൽ അനുഗ്രഹവും അതുപോലെ തന്നെ സമാശ്വാസനത്തിനൊക്കെ കാരണമായിട്ട് തീരുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഷെനി കുര്യൻ, ഷീന പൊന്നൂസ്, എലിസബത്ത് ആൻറ്റി, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അനൗൺസ്മെന്റ്സ് കരുതുന്നതാണ്. കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും ഇത് കൂടി അറിയിക്കുകയും ചെയ്യുന്നു. കൊച്ചമ്മയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയെ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി കൊച്ചമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഷിനി കുര്യൻ ഇപ്പോഴേ MMVS ഡേ ആയിരിക്കവേ അല്പം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ഷിനി സംസാരിക്കണമേ. Thank you, Auntie. Glory be to the Father, and to the Son, and to the Holy Spirit. Thank you, Acha, Bini Acha, for leading the prayers on this special occasion. Achan പറഞ്ഞ പോലെ എബിയച്ചിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ തന്നെ you took it even at the last minute. You agreed to join. I thank you from the bottom of my heart on behalf of our diocesan MMVS. Thank you, Acha. കൊച്ചമ്മ പറഞ്ഞ പോലെ we may be distanced by space, but we are united by faith. എവിടെയാണേലും ഒരു common thread for us is our Christ, his mother, and especially this organization, MMVS എന്ന് പറയുന്ന ഈ organization through which we are able to connect. And we are really thankful to God to have this established here. Thank you, Kochama, for that inspiring message. And as I said, in the absence of Ebiachan today, I would like to take a minute. Today, as you all know, it's MMVS Day. I would like to wish every woman in faith here and to all who couldn't join a blessed MMVS Day. I wish we grow in faith like Mary, stronger and deeper day by day. May we be the pillars for our families at home and be able to share Christ, our Savior, to everyone around us. Let them see Christ through us and our lives. In honor to all our strong women here, നമ്മളൊരു വീഡിയോ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് celebrating this wonderful day, thanking and honoring all our women community.
And it is spearheaded by the regional heads of our MMVS organization for this year. നമ്മുടെ വൈസ് പ്രസിഡന്റ് അച്ഛന്മാരും നമ്മുടെ റീജിയണൽ സെക്രട്ടറീസും അവരാണ് അതിനകത്ത് മെസ്സേജ് തന്നേക്കുന്നത്. We prayerfully thank them for their inspiring messages. Kindly watch and share the message to all. Once again, wishing you all a blessed MMVS day. Thank you. Thank you, Auntie. താങ്ക് യു ഷിനെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ MMVS ഡേ ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ. ലോകമെങ്ങുമുള്ള MMVS മെമ്പേഴ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ സമയമാണ്. വചനം നമ്മെ സ്നാനപ്പെടുത്തുന്നു. നമ്മുടെ കേട്ടുകൊണ്ടിരുന്നവരെയും ഇതിനകത്ത് സംബന്ധിക്കാൻ സാധിക്കാത്തവരെ പോലും സ്നാനപ്പെടുത്തി കറയും ചുളുക്കവും ഇല്ലാത്ത ഒരു ആത്മാവിൽ ജനിച്ച ക്രിസ്തുവിനെ ശരീരത്തിൽ വെളിപ്പെടുത്താനും സഹായിക്കട്ടെ. വീണ്ടും മെസ്സേജ് തന്ന കൊച്ചുമയും ബഹുമാനപ്പെട്ട വിനേശനെയും സംബന്ധിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയം ആകുന്നു. കുറെ പ്രാർത്ഥന റിക്വസ്റ്റുകളുണ്ട്. പരിശുദ്ധ ബാവ തിരുമേനിയെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. എല്ലാ സഭാ നേതാക്കളെയും സമർപ്പിക്കുന്നു. അഭിവന്യ മാറിവാനിയസ് തിരുമേനിയെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. എല്ലാ തിരുമേനിമാരെ, എല്ലാ ബഹുമാനപ്പെട്ട ആശ്മാരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വി എബ്രഹാമച്ചനെ ബർത്ത്ഡേ ആയിരിക്കവേ ഇന്നോ ഇന്നലെയോ കൃത്യമായി സമയം അറിയില്ല, എങ്കിലും ബർത്ത്ഡേ പ്രമാണിച്ച് അതുപോലെ ബർത്ത്ഡേസ് ആയിരിക്കുന്നവരും എല്ലാ അഭിഷിക്തരെയും ദൈവസന്നെ സമർപ്പിക്കുന്ന ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ച എല്ലാ മക്കളെയും, ആൾട്ടർ ബോയ്സ്, ഇടവക പുരോഹിതന്മാർ, നമ്മുടെ പ്രാർത്ഥന, ബലഹീനമായ പ്രാർത്ഥന എല്ലാവർക്കും ആവശ്യമുള്ളൂ എല്ലാവരെയും സമർപ്പിക്കുന്നു. ആശ്രിക്കായിരിക്കുന്ന അല്ലാത്ത മക്കളെയും, പ്രത്യേകിച്ച് പൈങ്ങോലി അച്ഛനെ കുടുംബമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ എന്നും പ്രാർത്ഥിച്ചു വരുന്നുണ്ട്. എങ്കിലും സ്പെഷ്യലായിട്ട് പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു. പൈങ്ങോലി അച്ഛനെ പ്രത്യേകമായ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഗ്രേസി കൊച്ചമെ സമർപ്പിക്കുന്നു. ഒപ്പം അതേ സുഖമില്ലാതെ ഇരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും ദൈവസന്നെ സമർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഷാനു, തോമസ്, ആഷ, അരുൺ. ഈ അരുൺ എന്ന് പറയുന്ന സഹോദരനെ നമ്മൾ പ്രാർത്ഥിച്ചു വരികയാണ്. ഇപ്പോൾ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മാരോ ട്രാൻസ്പ്ലാന്റേഷനിലാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്യുന്നു. നീനായ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് ഒരു ട്രീറ്റ്മെന്റിലായിരുന്നു. കുറച്ച് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. എങ്കിലും പൂർണ്ണ സൗഖ്യത്തിനായിട്ട് നാം സമർപ്പിക്കുന്നു. ഇനി അനേക പേരുണ്ട്. എല്ലാവരെയും സ്തോത്രത്തോടെ ദൈവത്തിനെ സമർപ്പിക്കുന്നു. സൗഖ്യം ലഭിച്ചവര്, ലഭിക്കാനിരിക്കുന്നവര്, ഇപ്പോൾ സൗഖ്യമില്ലെങ്കിലും ഉള്ള അവസ്ഥയിൽ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കാൻ ദൈവമേ സഹായിക്കണം. എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ റിക്വസ്റ്റുകളും ദൈവത്തിനെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. സ്പെഷ്യൽ ബ്ലെസ്സിങ്സിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന നിഷ. അപ്പൊ പലപ്പോഴും പരീക്ഷകൾ വളരെയധികം വർദ്ധിച്ചിട്ട് നമുക്ക് സഹിക്കാൻ വയ്യ എന്ന് പറയുന്ന കുറേ മക്കളുണ്ട്. അവരെല്ലാവരും ദൈവത്തിനെ സമർപ്പിക്കുന്നു. വീണു പോകാതെ വിട്ടുപോകാതിരിക്കാൻ അവരെ സഹായിക്കണമെന്ന് ഇന്ന് ബർത്ത്ഡേ ആയിരിക്കുന്ന ദിവസനെ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്നേഹ, ഏഞ്ചലീന, ശാന്ത, അതുപോലെ ബർത്ത്ഡേസ് ആയിരിക്കുന്ന എല്ലാവരെയും, വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന എല്ലാവരെയും സ്തോത്രത്തോടെ സമർപ്പിക്കും. യാത്രയിലായിരുന്ന എല്ലാ മക്കളും ക്ഷേമത്തോടെ വന്ന് എത്തിയവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യാത്ര ഇന്റർനാഷണൽ നാഷണൽ ജേർണി ഉള്ള എല്ലാവരെയും, വാഹനങ്ങൾ ഓടിക്കുന്നവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിമ്മി കൊച്ചമ്മയുടെ ഫാദർ പാപ്പച്ചൻ, ഫാദറിനെ സമർപ്പിക്കുന്നു. അതുപോലെ അമ്മയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർ രണ്ടുപേരെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ജനറേഷന് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. എല്ലാ പരീക്ഷ എഴുതി പാസ്സായി ഭാവി എന്താണെന്ന് അറിയാതെ ഇന്റർനെറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ അടിമകളായിരിക്കുന്നവരെ, നിഷ്കളങ്കരായ എല്ലാ കുഞ്ഞുങ്ങളെയും, കുഞ്ഞുമക്കൾ എല്ലാവരെയും ദൈവമേ, അതുപോലെ കുദാശകൾക്ക് ദൈവാരാധന ദിവസവും വായിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ അകന്നിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ലിജിയായ ഓർത്ത് സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. സ്നേഹാകൃപ, ഹാന, ജെനിഫർ, അഞ്ജലി, ജോയൽ, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും സ്തോത്രത്തോടെ ദൈവം, കാരലിൻ, ആൽബർട്ട്, ലോറൻസ്, നമ്മുടെ സ്ഥിരമായ, നമ്മുടെ നിർത്താതെയുള്ള പ്രാർത്ഥന അവർക്ക് അനുഗ്രഹമാകുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെയും
ശുദ്ധീകരിക്കുവാൻ ദൈവം സഹായിക്കുന്നു പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുന്നു. ജിതിൻ ജോയ്, ഏബൽ, ടോണി, പിന്നി, ഡീക്കൻ സോളമൻ, ഡീക്കൻ റയൻ, അതുപോലെ തന്നെ പുതിയതായി പാട്ടുമേറ്റ വർഗീസ് മാത്യു അച്ഛൻ, റിബി കൊസ്മ, എല്ലാവരും ദിവസം സമർപ്പിക്കുന്നു. യുദ്ധത്തിൽ പ്രത്യേകിച്ച് ഈ ഇൻഡിപെൻഡൻസ് ഡേയില് യുദ്ധത്തിൽ പങ്കെടുത്തവര്, ഇപ്പോൾ യുദ്ധത്തിൽ വിഷമിക്കുന്നവര്, പീഡ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസിലുള്ളവര് എല്ലാവരെയും ഇപ്പൊ നമ്മുടെ നോമ്പ് കഴിഞ്ഞ സമയമാകുന്നു. നമ്മള് ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, പാർപ്പിടമില്ലാതെ വലയുന്നവര്, വോളണ്ടറി സംഘടനകള്, ആശ്രയ എന്ന് പറയുന്ന സംഘടനയെ ഓർത്ത്, ആ സ്ഥാപനത്തെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. 2 ആശ്രയമുണ്ട്. എല്ലാ കേരളത്തിന്റെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും പ്രവർത്തിക്കുന്ന അനാഥർക്കും വിധവമാർക്കും പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ RCCക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശ്രയ ധാരാളം വോളണ്ടറി സംഘടനകളുണ്ട്. മുമ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ചെറിയ നിർധനയായ വിധവയുടെ സഹായം പോലെ നമുക്കൊക്കെ എത്തിക്കാവുന്ന ചെറിയ സഹായങ്ങൾ, അതുപോലെ ധനവാന്മാരെ ദാനശീലരാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥന, മറ്റുള്ളവർക്കും ആ മനസ്സുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിച്ച് ആവശ്യമുള്ളവർക്ക്, രോഗികളായിരിക്കുന്നവര്, വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വയ്യാത്ത മക്കള്, ഭവനമില്ലാത്തവര്, വിവിധ ആവശ്യങ്ങളിരിക്കുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ കാണിച്ചു തരും. തക്ക സമയത്ത് കൊടുക്കുവാൻ നമ്മെ സഹായിക്കണമെന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാം. റിക്കൺസ്ട്രക്ഷൻ എല്ലാ ചർച്ചും നന്നായി നടന്ന ചർച്ചസിനെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് കാൽഗറി ചർച്ച്, എഡ്മണ്ടൺ ചർച്ച്, ഹ്യൂസ്റ്റൺ ചർച്ച്, ഡിട്രോയിറ്റ് ചർച്ച്, ബിഫിൽപ്പച്ചന്റെ ചർച്ച്, ധാരാളം ചർച്ചസ് ഉണ്ട്. ഇതെല്ലാം പൂർത്തിയാക്കി ആരാധനയെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മെ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആൽവി കൊച്ചുമ, ജിൻസി, ഇവരെ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ സമർപ്പിച്ചുകൊണ്ട് അബീഗയിൽ, അലീഷ, ആൻസിലി, അഞ്ജലി, അഞ്ചു, ഷെറിൽ ഇവർക്കോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഷേമ, താര, മിന്നു, ടീന, ടീജ, ബിനോയ്, നിക്കോൾ, മറിയ, ജോജി, ലീന, ഇവരെല്ലാവരും പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്നവരാണ്. അവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. മീക, വിക്ടോറിയ, ജസ്ലി, അൽജു, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കൾ, അവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സാബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളാവും. എല്ലാ വാങ്ങിപ്പോയ ആത്മാക്കളെ ദൈവസേന സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ എല്ലാ കാര്യങ്ങളും ദൈവസേന സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ നാളുകൾ അനുഗ്രഹമാക്കിയ മമ്മിയസ് പ്രവർത്തകരെ എല്ലാം ദൈവസേന സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ലിനി കൊച്ചമ്മയാണ്. കൊച്ചമ്മയും ശുമാസിനെയും നമ്മുടെ അമ്മയും ആ കുടുംബത്തെയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാം. കാരുണ്യവാനായ കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ കുറച്ച് സമയം ചിലവഴിക്കുന്നു. നിന്നെ ധ്യാനിക്കുന്നതിന് നീ ഞങ്ങളെ ഇടയാക്കിയതിനാൽ നിന്നെ സ്തുതിക്കുന്നു. അതാ ഞങ്ങളെ അനുഗ്രഹിക്കണം. നിന്നിലുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും അനുസരണത്തിലും ഞങ്ങളെ നിലനിർത്തണം. നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും ഉടുവഴികൾക്ക് പ്രകാശവുമാണ്. കാരുണ്യവാനെ, ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി ഞങ്ങളെ കാണിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ 5 പേര് വായിച്ചെഴുതി ഓരോരുത്തരെയും തിരുമുമ്പാകെ സമർപ്പിക്കും. പലവിധ രോഗങ്ങളാലും പ്രയാസങ്ങളാലും ക്ഷണിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമായിരിക്കണം. നിന്റെ കരുണയെ ഞങ്ങൾ അഭയപ്പെടുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. കാരുണ്യവാനേ, വൈദ്യന്മാർക്ക് അറിവ് കൊടുക്കുന്നു, ഔഷധങ്ങൾക്ക് ശക്തി നൽകുന്നു, ചികിത്സയിൽ കൂടിയും സൗഖ്യം നൽകുന്നവനുമായ പിതാവേ, നിന്റെ അടുക്കൽ ഞങ്ങൾ വരുന്നു. നിന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ലജിച്ചു തള്ളിക്കളയുകയില്ല എന്ന് അരുളിയെന്നാഥ, ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഉത്തരം അരുളണം. തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അവരെ വെളിച്ചത്തിൽ നയിക്കണം. നിന്റെ ജ്ഞാനത്തിൽ വളരുവാൻ അവരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ യുവജനങ്ങളെ ദൈവാശ്രയ ബോധമുള്ളവരാക്കി തീർക്കണം. നിന്റെ ജ്ഞാനത്തിൽ അവരെ നിറയ്ക്കണം. തെറ്റായ വഴിയിൽ നടക്കാതെ, ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോകാതെ കർത്താവേ, നിന്റെ കാവൽ മാലാഖമാർ അവർക്ക് കൂട്ടായിരിക്കണം. കാരുണ്യവാനെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കൂട്ടുകാരെ, കൂടെ ജോലി ചെയ്യുന്നവരെയൊക്കെയും അനുഗ്രഹിക്കണം. ഞങ്ങളെ നയിക്കുന്ന മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ഷമ്മാശന്മാർ, സെമിനാരി വിദ്യാർത്ഥികൾ,
എല്ലാവരെയും കാത്തുകൊള്ളണമേ. സഭയ്ക്കും സമൂഹത്തിനും അവരുടെ വചനങ്ങളും ജീവിതങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം അനുഗ്രഹമായി തീരണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എല്ലാ സ്പിരിച്വൽ ഓർഗനൈസേഷനെയും ജീവകാര്യങ്ങളെ പ്രവർത്തനങ്ങളെയും വചനങ്ങളെയും അഭിവൃദ്ധിപ്പെടുത്തണമേ. തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നവരെ ഇമ്പങ്ങളുടെ പറുദീസയിലിരുത്തണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ നീ അവരെ വസിപ്പിക്കണമേ. വേർപാടിന്റെ വേദനയിൽ ആയിരിക്കുന്ന അവർക്ക് ആശ്വാസദായകനായി കൂടെ ഉണ്ടായിരിക്കണമേ. നിന്റെ സമാധാനവും ആശ്വാസവും അവർക്ക് നൽകണമേ. ബലഹീനവും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥന തിരുമുമ്പാകെ എത്തുമാറാകണമേ. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ദിനത്തിൽ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാനാവിലെ കല്യാണത്തിൽ വന്ന കുറവിന് നിന്റെ മകനോട് അപേക്ഷിച്ച് നിറവാക്കി മാറ്റിയ മാതാവേ, നിന്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരിക്കണം. ഞങ്ങൾ നിന്റെ മാതാവിനോട് ശിഷ്യന്മാരോടും ചേർന്ന് നിന്റെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും മഹത്വപ്പെടുത്തുമാറാകണമേ. ആമേൻ. ആശീർവാദം പറയും. ബാറഖ്യമോർ പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്രനമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ സംബന്ധവും സുവാസവും ഇന്നോർത്ത് പ്രാർത്ഥിച്ച് സമർപ്പിച്ച എല്ലാ വിഷയങ്ങളോടും ഓർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പരിമേൽപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളോടും വ്യക്തികളോടും ഈ പ്രേയർസിൽ നേതൃത്വം നൽകുന്ന എല്ലാവരോടും ഇന്ന് ലീഡർഷിപ്പ് കൊടുത്ത ഡെട്രോയിറ്റ് റീജിയനോടും ഇതിന് മുൻകാല പ്രവർത്തനങ്ങളോടും ഇന്ന് സംബന്ധിച്ച എല്ലാവരോടും ഞങ്ങളുടെ ഭവനങ്ങളോടും ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരോടും ഇന്നും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. mercy. Hello, mercy. മെസ്സി മ്യൂട്ടില. Mercy mute Oh, മാറ്റണം. yeah. കേൾക്കാമല്ലേ? കേൾക്കാം? കേൾക്കാം. Okay. Glory be to the Father, the Son, and the Holy Spirit. Respected His Grace, Dr. Thomas Mar Ivanios Tirumeni, Reverend Father A.B. Abraham Achan, Reverend Father Bini Kurivalachan, General Secretary Shini Kurian Lijo, Treasurer Sheena Punnus, our main speaker, Mrs. Anu P.T. Kochama, Regional Secretaries and Unit Coordinators. Firstly, we offer our prayer and gratitude to the Holy Mother Mary, whose dormition and glorious assumption shows us the power of our intercession and the hope of our own resurrection. We would like to extend our heartfelt thanks to Tirumeni for your spiritual leadership and guidance. A special thank you to Abi Achan and a happy birthday, Abi Achan, Bini Achan, Shini, Sheena, and all the clergy for your constant encouragement and support on our shared spiritual journey. Thank you, Bini Achan, for your leading us in prayer and to start our time together. Thank you so much to our main speaker, Anu Kochama. We were truly blessed by your inspiring devotional message and your insights into St. Mary's simple and spiritual life. You showed us how her profound submission to God and her sacred role in bearing the Messiah is a powerful example for us, and your beautiful parallels that you made like as the ark of the new covenant and her presence from the gospel to the book of Revelation was truly inspiring. So we are really grateful to your wisdom and your time. We also want to offer our gratitude to all who God used as his instrument to lead us today in worship and prayer. So thank you, Rusi Prasad and Mary Chako, for your beautiful Bible readings and from the prophetic book of Ezekiel. Thank you, Sheba George and Princess Samuel, for the melodious songs that filled our hearts with joy and devotion. May God bless you for sharing your gifts. Thank you, Niti George, for the clear and powerful reading from the Gospel from St. Luke chapter 11, verses 27 to 36. A special thank you to our coordinator, Elizabeth Targanti, for your hard work. We pray that may God bless you and bless you always and your family for your dedication. Huge thank you, Rini Kochama, for leading us today in this powerful intercessory prayers.
And we have faith that Lord Almighty will hear our prayers by the intercession of Mother Mary and all the saints. Finally, a big thank you to everyone who could attend today's prayer. Your faith and prayers are truly blessing to us. May God bless you all and your families. Thank you very much again. Okay, thank you, Mercy. You all. Thank you.